അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് R15 V3യുടെ ഫോർക്ക് കോയിലിനെ പറ്റിയാണ്. R15 V3 അല്ല, എല്ലാ വണ്ടിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ സാധാരണയായിട്ട് എല്ലാവരും ഈ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യാറുണ്ട് കറക്റ്റ് അതിൻ്റേതായ സമയത്ത്. പക്ഷേ നമ്മൾ ഒരിക്കലും ഈ ഒരു ഫോർക്ക് കോയിലിൻ്റെ കാര്യം ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഏകദേശം ഒരു 10,000 കിലോമീറ്ററോ അല്ലെങ്കിൽ ഒരു വർഷമോ ആകുമ്പോഴേക്ക് ഈ ഫോർക്ക് കോയിൽ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഫോർക്ക് കോയിൽ ചേഞ്ച് ചെയ്യാണ്ട് നിൽക്കുമ്പോൾ എന്തൊക്കെ ഒരു പ്രശ്നങ്ങളാണ് വണ്ടിക്ക് വരികയെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫോർക്ക് കോയിൽ ഏകദേശം ഒരു 1 ഇയറോ അല്ലെങ്കിൽ ഒരു 10,000 കിലോമീറ്ററോ ആയിട്ട് ചേഞ്ച് ചെയ്യാതെ നിന്നാൽ നമ്മുടെ ഫോർക്കിന് ഈ ഷോക്ക് അബ്സോർബ് ചെയ്യേണ്ട ഒരു കപ്പാസിറ്റി ഇല്ലേ, അതങ്ങ് പോയി കിട്ടും. ഏകദേശം അതിൻ്റെ ഒരു ഷോക്ക് മാക്സിമം അബ്സോർബ് ചെയ്യേണ്ട ഒരു നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുമ്പം ജസ്റ്റ് ഈ ഹാൻഡിൽ ബാറിലും ഫ്രെയിമിലേക്കൊക്കെ വേണ്ടാത്ത രീതിയിലുള്ള വൈബ്രേഷൻസ് കയറി വരാൻ തുടങ്ങും. അതായത് എഞ്ചിൻ്റെ ഭാഗത്തു നിന്നല്ല, ഈ റോഡിലുള്ള ചെറിയ ചെറിയ കുണ്ടും കുഴിയും ഒക്കെ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഈ ഒരു വണ്ടി അത്യാവശ്യം നമ്മൾ സ്പോട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൂടാതെ അടിയിൽ നിന്നുള്ള വൈബ്രേഷനും കൂടി മുകളിലോട്ട് കയറി വന്ന് നമ്മുടെ കൈക്കൊക്കെ ചെറിയ രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫോർക്ക് കോയിൽ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി നമ്മൾ ഏകദേശം ഈ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ആട്ടുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഫോർക്കിൻ്റെ ട്രാവൽ. അതായത് നമ്മളിങ്ങനെ ആട്ടുമ്പം ഫോർക്ക് ഓവറായിട്ട് താഴുന്നുണ്ടെങ്കിൽ ഏകദേശം ഫോർക്ക് കോയിൽ മാറാനായിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഈ ഫോർക്ക് കോയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പിന്നെയും വണ്ടി ഓടിക്കുകയെന്ന് വെച്ചാൽ ഈ ട്യൂബിന് സ്ക്രാച്ച് അല്ലെങ്കിൽ ഓയിൽ സീൽ പോയിട്ട് ട്യൂബിന് സ്ക്രാച്ച് അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ വരാൻ തുടങ്ങും. അതായത് ഈ ഓയിൽ സീൽ പോകും ഫോർക്കിൻ്റെ, എന്നിട്ട് അതിൽ നിന്ന് ഓയിൽ മുകളിലോട്ട് കയറാൻ തുടങ്ങും. എന്നിട്ട് അത് ജസ്റ്റ് അത് നമ്മുടെ ഡിസ്കുമേലാവും. അങ്ങനെ ബ്രേക്കിൻ്റെ കാര്യം ഒരുവിധം പണിയാവും. അതേപോലെ തന്നെ നമ്മുടെ ട്യൂബിന് ചെറിയ ചെറിയ സ്ക്രാച്ചൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഏകദേശം ഫോർക്ക് ഓയിൽ ചേഞ്ച് ചെയ്താൽ ഈ ഒരു പ്രോബ്ലം പകുതി മുക്കാലും നമുക്ക് കുറക്കാൻ പറ്റും. സാധാരണയായിട്ട് എല്ലാവരും ഫോർക്ക് ഓയിൽ കേടായിട്ടാണ് ഈ ഓയിലൊക്കെ മാറാറുള്ളൂ. അപ്പോൾ ഇതിന് മുന്നേ മാറിയാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അത്യാവശ്യം ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ തുടങ്ങും. അല്ലാതെ നമ്മൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഒരു 1-2 വർഷം കഴിയുമ്പോഴൊക്കെ തന്നെ നമ്മുടെ വണ്ടി എടുത്തപ്പോഴുള്ളൊരു ഫീൽ നമുക്ക് കിട്ടില്ല ഈ സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്ന്, അതായത് ഈ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഈ ഫോർക്ക് ഓയിൽ നമ്മൾ മാക്സിമം ഒരു 10,000 കിലോമീറ്ററിൽ മാറ്റാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു 1 ഇയർ ആകുമ്പോൾ മാറ്റാൻ നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഈ ഫോർക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ കാണാം. ഫസ്റ്റ് ഈ ബ്രേക്ക് ഇവിടെ നിന്ന് അയച്ചു മാറ്റണം. അതേപോലെ തന്നെ ഈ ABSൻ്റെ കേബിൾ പോകുന്ന ഇതൊക്കെ അയച്ചു മാറ്റണം. അപ്പോൾ ബ്രേക്ക് ഊരി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വീലിനട്ട് അയക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ടയർ ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടിയിട്ട് ടയർ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടാണുള്ളത്. എന്നൊക്കെ ഒരുവിധം ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അവർ. പിന്നെ നമുക്ക് ഈ നട്ട് ലൂസ് ചെയ്ത് വെക്കാം ആദ്യം തന്നെ, അല്ലെങ്കിൽ പിന്നെ ഊരാൻ കുറച്ച് പണിയായിരിക്കും. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഊരി വെക്കാം. പിന്നെ ടീ സ്റ്റമ്മിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന 2 നട്ടും നമ്മൾ ലൂസ് ചെയ്യുന്നുണ്ട്. 2 സൈഡൊക്കെ ലൂസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മഡ്ഗാർഡ് ഉരുണ്ടായിട്ടുണ്ട്. പത്തിൻ്റെ നട്ടും കൂടി ഊരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും വരുന്നുണ്ട്. അപ്പോൾ മഡ്ഗാർഡ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഹാൻഡിലിൻ്റെ 2 ഭാഗത്തും വരുന്ന 2 അലൻ ബോൾട്ടും ജസ്റ്റ് ഒന്ന് ലൂസാക്കി വെക്കുന്നുണ്ട്. നട്ടും ലൂസാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോർക്ക് ജസ്റ്റ് വലിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ലൂസാക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ലൂസാക്കി വെച്ചുകൊണ്ട് എളുപ്പത്തിൽ കഴിയും. അപ്പോൾ ഇത് ഊരി എടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് താത്തുമ്പോൾ മുകളിലൊരു വാഷർ വരുന്നുണ്ട്. പിന്നെ ഒരു സ്പേസർ. ഇത് കഴിഞ്ഞിട്ടാണ് ഓയിൽ വരിക. അപ്പോൾ ഓയിൽ ജസ്റ്റ് ഒഴിവാക്കി കളയാം. നല്ലോണം മോശമായിട്ടുണ്ട് ഓയിലിൻ്റെ അവസ്ഥ. അതേപോലെ തന്നെ ഒരു സ്പേസറും പിന്നെ സ്പ്രിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഇങ്ങനെ വെക്കും. അതിൽ മാക്സിമം ഓയിലും ഒഴിവായി പോകണം. അതേപോലെ തന്നെ കോയിൽ സ്പ്രിങ്ങും പിന്നെ ഈ സ്പേസറൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ 2 ഫോർക്കിൻ്റെയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഫോർക്കിലുള്ള മൊത്തം ഓയിലും ഡ്രെയിൻ ചെയ്തിട്ട് ഈ ഒരു കോയിൽ സ്പ്രിങ് ഇതിലേക്ക് ഇടുക. അപ്പോൾ കോയിൽ സ്പ്രിങ്ങിൻ്റെ ഈ വലിയ ഭാഗം താഴെ വരുന്ന രീതിയിൽ ഇടുക. അത് കഴിഞ്ഞിട്ട് ഒരു വാഷർ കൂടി ഇടാനുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് കിട്ടിയില്ല. ഒരു വാഷറിൻ്റെ ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം.
പിന്നെ നമ്മൾ ഈ സ്പേസർ കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ഫോർക്കിൽ 450 ml എന്നുള്ളൊരു കണക്കിൽ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. യമഹയുടെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ എയർ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ക്യാപ്പും കൂടെ ഇട്ടിട്ട് മുകളിൽ വരുന്ന ഈ ക്യാപ്പ് വെച്ച് ടൈറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇടുക. അപ്പോൾ ഇതിലുള്ള എയർ ഇതുപോലെ ഒഴിച്ച് പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യാം. എയർ ഒഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ സസ്പെൻഷൻ കറക്റ്റ് വർക്കിംഗ് കിട്ടില്ല. ഓക്കെ. പിന്നെ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ അടുത്ത ഫോർക്കിലും ഓയിൽ ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ ഈ ഫോർക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം എങ്ങനെയാണോ ഊരിയത് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ABSൻ്റെ സെൻസറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പണി ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.